Download now. CC Learning app. വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ജൂണിലേക്കുള്ള CSIR ഫിസിക്സ് പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും അല്ലേ? അപ്പോൾ ഈ ഒരു വീഡിയോ നമ്മൾ രണ്ട് കാറ്റഗറി ആൾക്കാരെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഒന്ന്, ഇപ്പോൾ MSc കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുന്ന ആൾക്കാരും, രണ്ട്, പരീക്ഷയ്ക്ക് വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരും. MSc കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എനിക്കറിയാം, ഞാൻ അനുഭവിച്ചതുപോലെ തന്നെ നിങ്ങളും ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും, ഇനി എന്ത് എന്നുള്ളൊരു ആശങ്ക നമ്മളെല്ലാവരുടെയും മുന്നിലുണ്ട് അല്ലേ? അപ്പം ഇനി എല്ലാം അൺസർട്ടനാണ് അല്ലേ? നമ്മൾ ഒരു വലിയ ലോകത്തിൻ്റെ ഒരറ്റത്ത് നമ്മളിങ്ങനെ നിൽക്കുകയാണ്. MSc പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് നമുക്ക് കുറേ സ്വപ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ MSc കഴിഞ്ഞിറങ്ങിയപ്പോൾ സ്വപ്നം നേടിയെടുത്തവരുണ്ട്, സ്വപ്നം നേടിയെടുക്കാൻ പറ്റാത്തവരുണ്ട്. MSc കാലഘട്ടത്തിൽ തന്നെ നെറ്റ് എഴുതിയെടുക്കാൻ സാധിച്ച വളരെ കുറച്ച് ആൾക്കാരുണ്ടാവും. MScയുടെ താങ്ങാനാവാത്ത ലോഡ് കൊണ്ട് നെറ്റ് എഴുതിയെടുക്കാൻ പറ്റാത്ത ആൾക്കാരും ഉണ്ടാവും. അപ്പോൾ രണ്ട് കൂട്ടരെയും നമുക്ക് ഒരേപോലെ കാണേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ MScക്ക് നെറ്റോടുകൂടി പാസ് ഔട്ട് ആകുന്ന ആൾക്കാരെ സംബന്ധിച്ച് they will be going to face many interviews, many tests, entrance tests, etc. പലവിധ പ്രോജക്റ്റുകളിലേക്കും പലവിധ റിസർച്ച് അസോസിയേറ്റുകളൊക്കെ ആയിട്ടും അവർ പോകുമ്പോൾ they will be facing many interviews. അപ്പോൾ നിങ്ങൾ ഇൻ്റർവ്യൂസൊക്കെ ഫേസ് ചെയ്യുമ്പോൾ കോൺഫിഡൻ്റ് ആയിട്ട് നിങ്ങൾ MScക്ക് പഠിച്ച കാര്യങ്ങളെല്ലാം പ്രസൻറ്റ് ചെയ്യാനും നിങ്ങളുടെ MScക്ക് നിങ്ങൾ ചെയ്ത പ്രോജക്റ്റിനെ സംബന്ധിച്ചൊക്കെ സംസാരിക്കാനും നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതിപ്പോൾ ഇതിൻ്റെ കൂടെ അങ്ങ് പറയുന്നു എന്ന് മാത്രം. ഇനി MSc കഴിഞ്ഞ് നിങ്ങൾ നെറ്റ് പാസ്സായിട്ടില്ല എങ്കിൽ, MSc കഴിഞ്ഞാൽ തന്നെ നമ്മുടെ പ്രധാന ഉദ്ദേശം ഒന്നുകിൽ റിസർച്ച് ചെയ്യുക, അല്ലെങ്കിൽ പഠിപ്പിക്കാൻ അധ്യാപകരായിട്ട് പോവുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ വേറെ ജോലികളും ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷേ എന്നിരുന്നാലും നെറ്റ് പാസ്സാകുക എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ കിരീടത്തിലെ ഒരു പൊൻതൂവൽ തന്നെയാണ്. നെറ്റ് പാസ്സായിരിക്കണം. കാരണം നമ്മൾ യോഗ്യത ഉണ്ടായിരിക്കെ നമ്മൾ അതിൻ്റെ ഒരു ക്വാളിഫയിങ് എക്സാം കൂടി അങ്ങ് പാസ്സായി വെക്കുകയാണെങ്കിൽ ഏതൊരു സമയത്തും നമുക്ക് അതൊരു താങ്ങായിട്ട് നിൽക്കും എന്നുള്ള കാര്യത്തിനൊരു സംശയവും വേണ്ട. അതുകൊണ്ട് നിങ്ങൾ MSc കഴിഞ്ഞ എല്ലാവരും നിർബന്ധമായിട്ടും നെറ്റ് എഴുതണം, അതിനുവേണ്ടി പരിശ്രമിക്കണം, പഠിക്കണം. പിന്നെ ഇനി ജൂണിലേക്കുള്ള നെറ്റ് എക്സാം നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കുറേ ആൾക്കാർ. ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നമ്മൾ ഓൺലൈനായിട്ട് പഠിക്കുന്ന, കേരളത്തിലിരുന്ന് പഠിക്കുന്ന ആൾക്കാർ, ഇപ്പോൾ ഇന്ത്യയിൽ എവിടെ ഇരുന്ന് പഠിച്ചാൽ ഇപ്പോൾ കാലാവസ്ഥ ഒന്ന് തന്നെയാണ് അല്ലേ? ചൂട്, പുഴുങ്ങൽ, വിയർപ്പ്, അങ്ങനെ പല പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഈ കാലാവസ്ഥയോട് മല്ലിടുന്നു, ഫിസിക്സിനോട് മല്ലിടുന്നു, പാടുപിടിച്ച കോൺസെപ്റ്റുകളോട് മല്ലിടുന്നു അല്ലേ? നമുക്കപ്പോൾ ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒത്തിരി തളർന്നു നിൽക്കുന്ന ഒരു സമയമായിരിക്കാം കുറേ ആൾക്കാരെ സംബന്ധിച്ച് ഇത്. അപ്പോൾ നിങ്ങൾ തളർന്നിരിക്കുകയാണെങ്കിലും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ആ ഒരു ഭാഗ്യത്തെ ഒന്ന് ഓർത്ത് നോക്കിയാൽ നിങ്ങളുടെ തളർച്ച അങ്ങ് മാറും. കാരണം നിങ്ങൾ JRF കൂടി ഒന്ന് പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻഫിനിറ്റ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസാണ് കിട്ടുന്നത്. അതിന് പല ആൾക്കാരും തുരങ്കം വെക്കാനുണ്ടാവും. ഇത് പഠിച്ചിട്ട് എന്ത് കിട്ടാനാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നവർ. പക്ഷേ അതൊന്നും ഒരു കാര്യവുമില്ല. നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക്, നിങ്ങളുടെ സ്വപ്നത്തിലേക്ക് മറ്റാരുടെയും ഡീവിയേഷൻസിനെയോ അല്ലെങ്കിൽ ഡിസ്ട്രാക്ഷൻസിനെയോ ശ്രദ്ധിക്കാതെ നിങ്ങൾ മുന്നോട്ട് പോവുക. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായും സ്വപ്നങ്ങൾ വെട്ടിപ്പിടിക്കാനായിട്ട് പറ്റും. അതിന് കോമ്പറ്റേറ്റീവ് ക്രാക്കർ നിങ്ങളോടൊപ്പം ഉണ്ട്. നമ്മുടെ JRF വിക്ടറി ബാച്ചിൻ്റെ അടുത്ത ബാച്ച് നമ്മൾ ആരംഭിക്കുകയാണ്. എക്സാം ഓറിയൻറ്റഡ് ബാച്ചാണ്. അപ്പോൾ നമ്മുടെ വിക്ടറി ബാച്ചിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്റ്റ് ചെയ്താൽ മതി. ഞങ്ങൾ നിങ്ങളെ സഹായിക്കാം. അപ്പോൾ നമ്മുടെ ഡെയിലി ലൈവ് സെഷൻസും എക്സ്ട്രാ പ്രോബ്ലം സോൾവിങ് സെഷൻസും എക്സാമിനേഷൻസും മോഡൽ എക്സാമിനേഷൻസും നമ്മൾ ഇനി അങ്ങോട്ട് കുറേ അധികം മോഡൽ എക്സാമുകളുടെ കാലഘട്ടമാണ്. അപ്പോൾ വളരെ സീരിയസ് ആയിട്ട് ഈ ഒരു കാര്യത്തെ കാണുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം എക്സാമുകൾ എഴുതാൻ പറ്റുക എന്നുള്ളത് ഒരു വലിയ കാര്യം തന്നെയാണ്. സോ അതുകൊണ്ട് നിങ്ങൾ എക്സാമിന് വേണ്ടി നോക്കുന്നവരാണെങ്കിൽ ഞങ്ങളോടൊപ്പം പോരെ. നിങ്ങൾക്ക് വീക്ക്ലി 2 എക്സാം വെച്ച് നിങ്ങൾക്ക് എഴുതാം. അതിനുശേഷം ക്യുമുലേറ്റീവ് എക്സാമുകളും മോഡൽ എക്സാമുകളും റിവിഷൻ ടെസ്റ്റുകളുമൊക്കെ ആയിട്ട് എക്സാമുകളോട് എക്സാമുകൾ. അപ്പോൾ അത്രയും പ്രോബ്ലംസ്, അത്രയും എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കിട്ടും, അത്രയും എക്സ്പോഷർ നിങ്ങൾക്ക് കിട്ടും.
So if you are looking for a better point where you can meet your success, competitive cracker is that intersection point. So you can contact us and you may join us and we shall study together. So അതുപോലെ തന്നെ നിങ്ങൾക്ക് സി സി ആപ്പിനെ പറ്റി ഒരു വാക്ക് സംസാരിക്കാം. അപ്പോൾ നമ്മുടെ സി സി ആപ്പ് പലവിധ സ്വപ്നങ്ങളുടെയും സാക്ഷാത്കാരം സി സി ആപ്പ് വഴി നമ്മൾ നേടിയെടുക്കുന്നു. സർക്കാർ ജോലിയാവട്ടെ, അധ്യാപന ജോലിയാവട്ടെ, അധ്യാപക യോഗ്യതാ നിർണയ പരീക്ഷകളാവട്ടെ, PSC പരീക്ഷകൾ, മറ്റ് എല്ലാ ടെസ്റ്റുകളും എല്ലാം ഒരുമിക്കുന്ന ഒരു സ്ഥലമാണ് സി സി ആപ്പ്. അപ്പോൾ സി സി ആപ്പ് നിങ്ങൾക്ക് ആപ്പ് സ്റ്റോറിലും പ്ലേ സ്റ്റോറിലും ലഭ്യമാണ്. നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. ഫ്രീ ആയിട്ട് അതിനകത്ത് കുറേ ഫീച്ചേഴ്സ് ഇപ്പോൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഫീച്ചേഴ്സൊക്കെ യൂസ് ചെയ്ത് നിങ്ങൾക്ക് പഠനം ആരംഭിക്കാം. ഇഫ് യു ഫൈൻഡ് ഇറ്റ് യൂസ്ഫുൾ യു ക്യാൻ കോൺടാക്ട് അസ് ആൻഡ് യു ക്യാൻ എക്സ്പ്ലോർ മോർ. ദെൻ ഇവിടെ ഇന്ന് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരു പ്രോബ്ലമാണ്. ഈ ഒരു പ്രോബ്ലം 2025 ഡിസംബറിലെ പരീക്ഷയ്ക്ക് വന്ന ഒരു പ്രോബ്ലമാണ്. ലെറ്റ് us see this. For a spherical nucleus, consider the interior charge distribution to be rho of r equals rho naught divided by 1 plus exponential r minus r by a, where rho naught, r and a are constants of appropriate dimensions. In the limit a tends to 0 plus, the number of protons of charge E inside a sphere of radius 2r is given by. So you are given a charge distribution, and out of this charge distribution you have to calculate the number of protons. So you are experienced with calculating the charge, the total charge from a charge distribution that is given. While we studied electromagnetic theory, you might have studied across, or you might have came across this concept. So Q equals integral rho d tau. We have discussed about one-dimensional, two-dimensional, three-dimensional charge distributions, and you know how to integrate. But here, that integration is a little bit tricky. Okay, so you have to integrate your concept that you have studied in electromagnetic theory along with the concept in nuclear physics. അപ്പോൾ ഇതൊരു ക്ലബ്ഡ് ക്വസ്റ്റ്യൻ ആണ്. So this question combines nuclear physics and your knowledge in electromagnetic theory. Okay, so you can expect these kind of questions in part C. Clear? So see, so you have given the charge density, given charge density. What is that? Rho of r equals rho naught divided by 1 plus exponential r minus r divided by a, r minus capital R divided by a. So this capital R might be the radius of the nucleus. Okay, and also we have to calculate the number of protons. Protons inside a sphere. You have to calculate the number of protons inside a sphere of 2r radius. Inside a sphere of a 2r radius, in the limit the constant a tending to 0 plus. Okay, so now first we have to understand what is this 0 plus. So a tending to 0 plus, it is just like a Fermi distribution. It's a Fermi distribution limit. It is just like a Fermi distribution limit. Okay, so let us see what happens when a tends to 0. So when a tends to 0, you have two possibilities. So when a tends to 0, you have two possibilities. When for small r less than capital R, then this numerator r minus r will be negative. A tends to 0, 1 by 0 is infinity. So that means it is e raised to minus infinity. You will get e raised to minus infinity, right? So for r less than r, you will get exponential
r minus r by a, it will tend to e raised to minus infinity, that is equal to 0. E raised to minus infinity, that will be equal to 0. So e raised to minus infinity 0. So rho of r will be equal to rho naught by 1, that is rho naught. Got it? Then the second case, for r greater than capital R. For r greater than capital R, the numerator r minus r will be positive. So 1 by 0 will be e raised to infinity. E raised to infinity. E raised to infinity is nothing but infinity. Infinity plus 1 is infinity. 1 by infinity is a 0. So your rho of r will be equal to 0. Clear? So exponential r minus r divided by a will be equal to e raised to infinity. Will be equal to e raised to infinity. So therefore you will get a rho of r equals rho of r equals 0. So your rho of r will be equal to 0. 1 by infinity is 0. See, now your charge distribution will be similar to the one that you have already studied. This is just like a step function. See, isn't it? For r less than r, it is rho naught. That means inside the sphere, the charge distribution has become a constant. And for outside, for r greater than r, it will be equal to 0. So it is just behaving like a step function. Clear? So your charge distribution will be rho of r equals rho. See, now we have decoded the charge distribution. Rho of r equals rho naught for r less than r and is equal to 0 for r greater than r. For r greater than r, that means it is behaving like step function. It is behaving like a step function. Clear? So we have got this just like a step function. Now we have to find the total charge, isn't it? So you have to find the total charge. The total charge is integral rho of r into d tau. Rho of r into d tau. So it is a sphere. You have to integrate from 0 to 2r. You have to integrate from 0 to 2r. But you know, from r to 2r, there is no charge distribution because we have found out. So the correct integration is from 0 to 2r. But from r to 2r, your charge distribution is equal to 0. So in effect, you have to integrate only from 0 to r. So you have to just integrate from 0 to capital R. So just integrate it. So q is equal to, so integral 0 to r, from 0 to r, rho of r is equal to rho naught into d tau. What is d tau? R square dr sin theta d theta d phi. So sin theta d phi will be 4 pi. So this will be equal to rho naught into 4 pi integral 0 to capital R square dr. So it is, what is that? This is 4 pi rho naught into capital R cube by 3. Capital R cube by 3. So it is very easy. So your charge Q is equal to, rho naught into 4 by 3 pi R cube. Rho naught into 4 by 3 pi R cube. You have now got total charge. Now you have to convert it into number, because number is asked, number of protons. So therefore, number of protons is equal to Q by E, isn't it? So charge by, so total charge divided by unit charge will give you the number. So this is equal to rho naught by E into 4 by 3 pi R cube. Rho naught by E into 4 by 3 pi R cube. So this is the correct answer. So if you go for the options, it will be your second option. So your second option will be your second option will be the correct answer. Clear? Then if you go for this, then here you have integrated only up to 0 to
R. That is the crucial point that you have to understand. See, then you have, even though the radius is 2r, then the charge distribution collapses sharply at small r equal to capital R, because it is behaving as a step function. So these are the things that you have to remember while doing this problem. So you can expect these kind of questions in CSIR examination. So if you are eager to learn, our 60-day batch is open. 60-day batch for JRF batch is open. So I welcome you all to this 60-day batch. So നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ JRF വിക്ടറി ബാച്ചിന്റെ 60 ദിവസത്തെ ബാച്ചാണ് നമ്മളിപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. സോ നിങ്ങൾക്ക് പഠിക്കണമെന്ന് അതിയായ ആഗ്രഹമുണ്ടെങ്കിൽ, ഒന്നും പഠിച്ചിട്ടില്ല എന്നൊരു തോന്നൽ ഇനിയും ബാക്കിയുണ്ടെങ്കിൽ, ഇനി ഇതെങ്ങനെയാണ് ഇത് പഠിച്ചു തുടങ്ങേണ്ടത് എന്ന് നിങ്ങൾ അജ്ഞരാണെങ്കിൽ, അതിനെല്ലാം ഒറ്റ മരുന്നാണ് കോമ്പറ്റേറ്റീവ് ക്രാക്കർ. സോ ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ടാവും. ഞങ്ങൾ നിങ്ങളെ പഠിപ്പിക്കാം. നമുക്ക് ഒരുമിച്ച് പഠിക്കാം. സോ നിങ്ങളെ ഞാൻ കോമ്പറ്റേറ്റീവ് ക്രാക്കറിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സോ നമുക്ക് ജൂണിലെ പരീക്ഷ JRFോടുകൂടി പാസ്സാകാൻ കോമ്പറ്റേറ്റീവ് ക്രാക്കർ നിങ്ങളോടൊപ്പമുണ്ട്. Wish you all the best, and we will see you with another video. Thank you.